ഇന്ന് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് ചാലഞ്ചിന്റെ ഡേ 3 ആണ്, അതായത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കിൻ ഗ്ലോയിങ് ആയിട്ട് ഉള്ളൊരു പാക്കാണ് കേട്ടോ ഇന്നത്തെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 2 ദിവസം എൻ്റെ കൂടെ തന്നെ ചലഞ്ചും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ പറയാതെ ഇന്നത്തെ പാക്കിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പം നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു 10-12 ബദാമും ഒരു 10-12 നമ്മുടെ കറുത്ത ഉണക്കമുന്തിരിങ്ങ ഉണ്ടല്ലോ, കുരുവില്ലാത്തത്, അത് രണ്ടുമാണ് കേട്ടോ. എന്നിട്ട് അത് പാലൊഴിച്ച് ഒരു 7 മണിക്കൂറോളം നമ്മൾ ദേ ഇങ്ങനെ കുതിരാൻ വെക്കണേ. പാലിൽ തന്നെ കുതിരാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു 7 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വീർത്തിരിക്കും മുന്തിരിങ്ങയൊക്കെ. എന്നിട്ട് നമ്മളിതൊരു മിക്സിയുടെ ജാറിൽ ആ പാലോട് കൂടി നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. മാക്സിമം അരയ്ക്കാൻ പറ്റുന്ന അത്രയും അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ നവര റൈസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തു. പക്ഷേ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരാത്തതുകൊണ്ട് നമ്മുടെ നോർമൽ അരിപ്പൊടി ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിരുന്നില്ല. എന്നിട്ട് നല്ല രീതിയിൽ ഇതായി വരും. നമുക്കിത് ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ പാക്കും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നു ആൽമണ്ട് എന്ന് പറയുന്നത്, ബദാം എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. സ്കിൻ ഗ്ലോയിങ് ആവാനായിട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടി നമ്മുടെ ഞവരരി പൊടിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് നോർമൽ അരിപ്പൊടി എടുക്കാം. പിന്നെ ലാസ്റ്റ് എനിക്കത് തികയാത്തുണ്ട്, അതായത് ഇത്തിരി ഒന്ന് ലൂസായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ അരിപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് പാക്ക് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു പാക്ക് നമ്മൾ ഫേസിൽ മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 1 വീക്കത്തേക്ക് കാണും കേട്ടോ. 1 വീക്ക് യൂസ് ചെയ്യാനുള്ളത് കാണും. നമുക്കിത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഇട്ട് കൊടുക്കാവേ. അപ്പം ഞാൻ ഫോൺ കുറച്ചും കൂടെ അടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാക്ക് മുഖത്തിട്ട് കൊടുത്താലോ. ഞാൻ ഒരു കൂറ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനത്തുള്ള പാക്കുകളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഉള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങളുടെയും ഒരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും നല്ല രീതിയിലൊക്കെ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കണേ. ഒരു സൈഡ് ഇട്ടാലോ 2 സൈഡ് ഇട്ടാൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുമോ? അല്ലേ വേണ്ടല്ലോ, മൊത്തത്തിൽ ഇടാമോ? എന്തായാലും നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഒരു സൈഡ് ഇടാം കേട്ടോ. ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ഈ ഒരു സൈഡ് മാത്രമാണ് ഞാൻ ഇടുന്നത്. നമുക്ക് അപ്പുറത്തെ സൈഡിലെ ഡിഫറൻസ് നിങ്ങൾക്ക് എന്താണെന്ന് നന്നായിട്ട് കാണാമല്ലോ. കാരണം കുറേ പേർക്ക് ഡൗട്ടുണ്ട്, നമ്മുടെ ഈ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നാച്ചുറൽ അല്ലേ, എന്തെങ്കിലും ഓരോ എഫക്റ്റോ കാര്യങ്ങളോ കിട്ടുമോ, ഇതൊക്കെ ചുമ്മാതല്ലേ എന്നുള്ളത്. അപ്പോൾ ഇത് ചുമ്മാതല്ല എന്നുള്ളത് നമുക്കൊന്ന് തെളിയിക്കണമല്ലോ. ഞാൻ ജെനുവനായിട്ടുള്ളതല്ലാത്തത് ഒന്നും ഞാൻ നിങ്ങളോടത്ത് പറയാറില്ല. എനിക്ക് റിസൾട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട്, ഈ സൈഡിൽ ഇട്ടിട്ടില്ല. ഇത് ഉണങ്ങിയിട്ട് നമുക്ക് കാണാം കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നേ. എനിക്ക് ഇരട്ടിപ്പണിയാണ്. എനിക്കിത് കഴിയുമ്പം ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് 2 സൈഡ് ഇട്ട് കൊടുക്കണം. കാരണം ഒരു സൈഡല്ലേ ഞാൻ ഇട്ടിട്ടുള്ളൂ. റിസൾട്ട് ഉണ്ടാവില്ലേ, നോക്കാവേ. എന്തായാലും ഇത് ഉണങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് തുടച്ച് നോക്കാതെ. പിന്നെ നമ്മൾ ഡെയിലി ഫേസ് പാക്ക് എടുത്ത ഒരാളാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഫേസ് പാക്ക് ഡ്രൈ ആയിട്ട് സ്കിൻ അങ്ങോട്ട് ഇറുകാൻ നിൽക്കരുത് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് ഫേസിൽ ചുളിവുകൾ വരും. അപ്പോൾ ഒരുവിധം ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കത് തുടച്ച് കളയാം കേട്ടോ. കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിൽ വേണ്ട ബെനിഫിറ്റൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകിക്കളയാം കേട്ടോ. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കഴുകിയിട്ട് നോക്കാവേ. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലിരുന്ന് കഴുകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേ 3യുടെ സംഭവമാണ് കേട്ടോ. ഓക്കെ, എത്രത്തോളം മെസ്സി ആവുമെന്ന് അറിയില്ല. വീട്ടിനകത്തിരുന്ന ഏതോ ഒരു സംഭവം എടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ അടുത്തോട്ട് കാണിച്ചു തരാവേ. കണ്ടോ?
അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഈ സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നല്ല നീറ്റായിട്ടുള്ള ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ആട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഓയിലി ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ ഈ ഒരു സൈഡ് ഇരിക്കണം. ഞാൻ രണ്ടും ഫേസ് കഴുകിയിട്ട് വന്നിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഈ സൈഡ് കുറച്ചും കൂടെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ കുറച്ചും കൂടെ അടുത്തോട്ട് കാണിക്കാം. കണ്ടോ? അപ്പോൾ കേൾക്കട്ടെ. അപ്പോൾ നമ്മുടെ ഒരു സ്കിന്നിൽ നമുക്കിത് ഒരു ദിവസം ഇട്ടിട്ട് നമ്മളൊരു പാക്ക് ഇട്ടിട്ട് കഴുകി കളയുന്നതുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നത്. പക്ഷെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫേസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതൊരു പാക്കും കാര്യങ്ങളും ഇടുകയാണെങ്കിലും തുടർച്ചയായിട്ട് നിങ്ങൾ അതൊന്നും ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്താൽ മതി. അതായത് ഒരു 3 days ടൈം എടുത്തിട്ട് ഇതൊന്നും ട്രൈ ചെയ്തിട്ട് അടുത്ത ദിവസം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പാക്കും അതായത് മീൻ ചെയ്തത് നിങ്ങൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നല്ല അത്യാവശ്യം ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് നിങ്ങൾക്ക് മേക്കപ്പിനൊക്കെ കിട്ടുകയും ചെയ്യും. നല്ലൊരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ എന്ന് പറയില്ല, ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു ഡ്യൂയി ആയിട്ടുള്ള ഒരു സ്കിൻ, അല്ലാതെ നമുക്ക് ഓയിലി ആയിട്ടുള്ളൊരു സ്കിൻ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ കുറച്ച് ഓയിലിയാണ്, ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിൽ നിന്ന് ഒരു ഗ്ലോ ഉണ്ട്, എന്നാൽ അതൊരു ഓയിലി ഫീലും അല്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ ഈ ഒരു സൈഡ് ഇരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫിനിഷ് കിട്ടാൻ നമുക്കത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ 3 ദിവസത്തെ സ്കിൻ കെയർ ചാലഞ്ച് ഇതോടുകൂടി കഴിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു ചലഞ്ചും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ അടുത്തടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ബാക്കിയുള്ളവർക്കും. എങ്കിലാണ് നമുക്ക് കൂടുതലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് എനിക്ക് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് 3 days ഇവിടെ കംപ്ലീറ്റ് ആയിട്ടാണ്. ഞാൻ ഇനി ഈ പാക്ക് മൊത്തത്തിൽ മുഖത്തിലൊന്നും ഇടണം കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചിരുന്നു. അത് ഞാൻ ആ ക്യൂബ് തീരുന്നത് വരെ ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഷോർട്സിൽ വരുന്നതും ആയിരിക്കും കേട്ടോ. അപ്പം അതും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.